എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൂഹ് അഫ്സ സിറപ്പും അതുപോലെ തന്നെ മാംഗോയും വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫലൂദയാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചിയ സീഡ്സ് കുറച്ച് കുതിർത്ത് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതവിടെ ഇരുന്നിട്ട് കുതിരട്ടെ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും മുകളിലൊക്കെ മിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മാങ്ങ. ഒരു മാങ്ങ നമ്മളിവിടെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 കപ്പ് പാല് നന്നായി തിളപ്പിച്ച് രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പീസുകളാക്കി വെച്ച മാങ്ങയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രീസ് ചെയ്ത് വെച്ച പാലും കൂടി നമുക്ക് ഈ 3ഉം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ മാംഗോ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ മാംഗോയും മിൽക്കും ഷുഗറും കൂടി നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം റൂഹ് അഫ്സ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കേക്കിനൊക്കെ ആവുന്ന പോലെ ഒരുപാട് ബീറ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കട്ടിയായാൽ മതി. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണേന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ റൂഹ് അഫ്സ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാംഗോ പീസസ് വെച്ചിട്ടുണ്ട്. കുറച്ച് പിസ്താഷ്യ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിയ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബ്ലെൻഡറിൽ മാംഗോയും അതുപോലെ മിൽക്കും ഷുഗറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഷുഗർ ചേർക്കുന്നത് ഞാനെടുത്തിരിക്കുന്ന മാങ്ങ അത്ര പഴുത്തിട്ടില്ല. അത് കുറച്ച് പുളിപ്പ് രസമുണ്ട്, അതുകൊണ്ടാണ് ഷുഗർ ചേർത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ അങ്ങനെ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ മാക്ടോപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ആൽമറായുടെ ഒക്കെ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുത്ത് അതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഗ്ലാസ്സിൽ ചിയ സീഡ്സ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. അത് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ടീസ്പൂൺ വീതം മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ടീസ്പൂൺ വീതം റൂഹ് അഫ്സ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മാംഗോ മിൽക്ക് കൂടി മിക്സ് ചെയ്തത് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീമും റൂഹ് അഫ്സയും കൂടിയിട്ട് അടിച്ചത് ഓരോ ടീസ്പൂണും ഒഴിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ വീതം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ ടീസ്പൂൺ വീതം മാംഗോ പീസസും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിനി ഇതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് ആയിട്ട് അതുപോലെ വാനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അത് ഇട്ട് കൊടുക്കാം.
2 സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ചെറിയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ റൂഹ് അഫ്സ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാംഗോ റൂഹ് അഫ്സ ഷേക്ക് അല്ലെങ്കിൽ സ്മൂത്തി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം, റെഡി ആയിട്ടുണ്ട്.